തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. ഇതെല്ലാം ജനങ്ങളും നമ്മൾ സമൂഹവും ഒരുമിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ നിയമപാലകരുടെ കയ്യിലുള്ള തെറ്റുകുറ്റങ്ങൾ എന്താണെന്ന്. നമ്മൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉരുട്ടിക്കൊല, ഉദയകുമാറിൻ്റെ ഉരുട്ടിക്കൊല വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴാണ് കോടതി വിധി വന്നതും. മുൻപ് വിധി വന്ന് 5 പോലീസുകാർ പ്രതി 5 പോലീസുകാരുടെയും ശിക്ഷ, അവർക്ക് വധശിക്ഷ വരെ 2 പേർക്ക് വിധിച്ചിട്ട് ഇപ്പം ഹൈക്കോടതിയിൽ പോയി കേസായിട്ടും ഇപ്പം തെളിവുകൾ നശിപ്പിച്ച് കളഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ വിവരിക്കാനിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഈ നീതി കിട്ടണം, നിരപരാധികൾക്ക് നീതി കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. ഇനി മുന്നോട്ടുള്ള ജനങ്ങളുടെ തീരുമാനം ഇതിൽ നിന്നും വ്യക്തമാവണം. കുമാറിനെ ഉരുട്ടിക്കൊല പോലീസ് സ്റ്റേഷനിൽ ASIയും DSP ഒക്കെ ചെയ്തല്ലോ. അതിൽ അഭിഭാഷക രാജീവ്, ശ്രീകുമാർ, പിന്നെ വേറൊരു അഭിഭാഷകനും കൂടെ, അഡ്വക്കേറ്റും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ശ്രീകുമാർ എന്ന് പറഞ്ഞ അഭിഭാഷകനെ ഈ പോലീസുകാരുടെ സഹപ്രവർത്തകരെല്ലാം കൂടെ സ്വാധീനിച്ച് അയാൾ ബാറിലും ക്ലബിലൊക്കെ കൊണ്ടുപോയി മദ്യപിപ്പിച്ച് അദ്ദേഹം സുഖമില്ലാതെ രോഗിയായി മാനസികമായി തകർന്ന ആ ശ്രീകുമാർ എന്ന ആൾ മരിച്ചുപോയി. അപ്പം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുട്ടിക്കൊലയുടെ പ്രതികൾ, ഉദയകുമാർ ഉരുട്ടിക്കൊലയുടെ പ്രതികൾ ഈ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. അതിൽ എല്ലാ സാക്ഷികളും പിന്മാറിക്കഴിഞ്ഞ് ഒരു സാക്ഷിയായ സുരേഷ് കുമാറും ഇപ്പോൾ പിന്മാറിയത് കാരണം കോടതിയിൽ ഇപ്പോൾ കേസുകൾ തെളിവില്ലാതെ പോയിരിക്കുകയാണ്. എന്തായാലും ആ ഉദയകുമാർ ഉരുട്ടിക്കൊലയുടെ ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയേ മതിയാവും. രാത്രി കച്ചവടക്കാരനായ ഉദയകുമാർ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ കച്ചവടം കഴിഞ്ഞ് വെറുതെ ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഗാന്ധി പാർക്കിൽ ഇരിക്കവെയാണ് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി വേറെ ഏതോ കേസിലെ കുറ്റങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ കാശ് കൊടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടി കുറ്റം സമ്മതിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ കുറ്റം സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിരസിച്ചത് കൊണ്ട് അവനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ച് അവശനാക്കി. പിന്നെ വീണ്ടും അവനെ ഹോസ്പിറ്റലിലാക്കേണ്ട ഒരു ഇത് വന്ന് എന്നിട്ട് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റലിലാക്കിയത്. ആ ഹോസ്പിറ്റൽ ചികിത്സ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉദയകുമാർ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടവരെ അറിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഉപദ്രവിച്ച്, ഈ പോലീസുകാർ ഉപദ്രവിച്ചെന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞതുകൊണ്ട് തിരികെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ഉരുട്ടി ശ്വാസം നിലച്ച് അവൻ്റെ നിലവിളിയെല്ലാം പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ള പോലീസുകാരെല്ലാം കേട്ടുകൊണ്ടിരിക്കെ അവർക്ക് പോലും മറ്റുള്ള പോലീസുകാർക്ക് സഹിയില്ലാതെ ആ പോലീസുകാരും കൂടെ അത് പുറത്ത് പറഞ്ഞ് ഉള്ള അറിവാണ് ഈ ASIയും എല്ലാം മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ 6 പേര് പ്രതികളായിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ജയിലിലാക്കി ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേസാണ്. ഇവർ തെളിവുകൾ നശിപ്പിച്ച് അഡ്വക്കേറ്റിനെ സ്വാധീനിച്ച് സാക്ഷികളെ സ്വാധീനിച്ച് ഈ FIR എല്ലാം തള്ളിക്കളഞ്ഞ് ഇങ്ങനെ ഈ നിയമത്തിന് വിരുദ്ധമായി ഇവർ പ്രവർത്തിച്ചതിന് നമുക്കിപ്പം ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയേ മതിയാവൂ. അത് ഏതറ്റം വരെ ഉദയകുമാറിൻ്റെ അമ്മ പോകണം. ജനങ്ങൾ ഒത്തൊരുമയായിട്ട് ഈ നിരപരാധിയെ ശിക്ഷിച്ചതിന് ഒത്തൊരുമയായി ഈ ഉദയകുമാറിൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. നീതിക്ക് വേണ്ടി പോരാടുക തന്നെ വേണം. ഉദയകുമാറിൻ്റെ ഒരു വിളിക്ക് പോലും വില കൽപ്പിക്കാത്ത ഇത് ഇനി ഒരു ഉദയകുമാർ പോലെ ഈ ലോകത്തുണ്ടാവരുത്. മധു ആദിവാസി ചെയ്തില്ലേ കൊണ്ടുപോയി, അതുപോലെയുള്ള ഓരോ ആദിവാസികളും താഴ്ന്ന സമുദായക്കാരെയാണ് ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത്. അത് ഇനിയും നമ്മളെ കേരള സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടാവാതെ നീതി ഉറപ്പാവാൻ വേണ്ടിയിട്ട് ഉദയകുമാറിൻ്റെ അമ്മയോട് കൂടെ എല്ലാവരും സഹകരിക്കണം.